ഹായ് കൂട്ടുകാരെ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരാഴ്ചയിൽ കൂടുതലായി ലോങ് വീഡിയോ ചെയ്തിട്ട് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കൂടെ ചെറിയതായിട്ട് ലവന്മാരുടെ ബഹളമൊക്കെ ഉണ്ടാവും. അന്തരീക്ഷം അത്ര ശരിയല്ല, അവന്മാർ ഭയങ്കര ബഹളമാണ്. അപ്പോൾ എല്ലാവരും അതൊന്ന് ക്ഷമിച്ചേക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കാം. ചോദ്യം നമ്പർ 1. പ്രായമായവരിൽ തൈറോക്സിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമേത്? ആർക്കെങ്കിലും അറിയാമോ അതിൻ്റെ ഉത്തരം? അതിൻ്റെ ഉത്തരം ഇതാണ്, മിക്സെഡിമ. അപ്പോൾ ആദ്യം തന്നെ പറയുകയാണ്, വീഡിയോ ഫുള്ളായിട്ട് എല്ലാവരും കാണാൻ ശ്രമിക്കുക. എല്ലാവർക്കും ഉപയോഗപ്രദമായിട്ടുള്ള വീഡിയോ ആണ് ഞാൻ ഈ ചാനൽ പോസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മൊത്തം കാണാൻ ശ്രമിക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ ഇടുക. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ചോദ്യം കേട്ടാലോ? കേട്ടോ, തുടങ്ങിയിട്ടുണ്ട്. രണ്ടാമത്തെ ചോദ്യം ഇതാണ്, ഒരു വനിതാ സഹകരണ ബാങ്ക് തുറന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഉത്തരം വേറൊന്നുമല്ല, നമ്മുടെ സ്വന്തം കേരളം തന്നെ. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? ചോദ്യം ഇതാണ്, ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രി ആര്? ആർക്കെങ്കിലും അതിൻ്റെ ഉത്തരം അറിയാമോ? അതിൻ്റെ ഉത്തരമാണ് രാജീവ് ഗാന്ധി. രാജീവ് ഗാന്ധി ആയിരുന്നു ഏറ്റവും ഇതുവരെ വന്ന പ്രധാനമന്ത്രിമാരിൽ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി. അപ്പോൾ നമുക്ക് നാലാമത്തെ ചോദ്യം കേട്ടോളൂ. കേരളത്തിലെ ആദ്യത്തെ വാർത്താ വിവരണ ഗ്രന്ഥം ഏത്? ഉത്തരം വർത്തമാന പുസ്തകം. അപ്പോൾ ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്, വീഡിയോ ഇഷ്ടമായ ലൈക്കും കമൻറ്റും ഇടാൻ മറക്കരുത്. വീഡിയോ ഷെയർ ചെയ്യുക. അതേപോലെ വീഡിയോ കണ്ടു തീരുന്നതിന് മുമ്പായിട്ട് തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. നമുക്ക് അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ഇതിനെക്കുറിച്ച് മിക്കവാറും ആർക്കും അറിയാൻ സാധ്യതയില്ല എന്നാണ് എൻ്റെ ഒരു തോന്നൽ. സത്യം പറയാൻ എനിക്കും അറിയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് അഞ്ചാമത്തെ ചോദ്യം കേട്ടാലോ? ഏറ്റവും വലിയ കോശം ഏത്? ആർക്കെങ്കിലും അറിയാമോ? ഉത്തരം ഒട്ടകപ്പക്ഷിയുടെ മുട്ട. ഒട്ടകപ്പക്ഷിയുടെ മുട്ടയാണ് ഏറ്റവും വലിയ കോശം എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ആറാമത്തെ ചോദ്യം കേൾക്കാം. ചോദ്യം ഇതാണ്, കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ജില്ല ഏത്? ഈ ചോദ്യവുമായി ബന്ധപ്പെട്ടൊരു കോമഡി വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഇന്നലെ. നിങ്ങൾ കണ്ടിട്ടുണ്ടോയെന്ന് അറിയത്തില്ല. കണ്ടവർക്ക് അഭിപ്രായം പറയാം. സുജ കെ അജയ് എന്ന കോമഡി ചാനലിൽ ഞാൻ ഇതുമായി ബന്ധപ്പെട്ടൊരു കോമഡിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ജില്ല എന്ന് പറയുന്നത് കോഴിക്കോടാണ് കേട്ടോ, കോഴിക്കോട്. അപ്പോൾ നമുക്ക് ഏഴാമത്തെ ചോദ്യം കേൾക്കാം. ചോദ്യം ഇതാണ്, ഈ ചോദ്യവും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യം ഉണ്ടായിരുന്നു, അത് ഞാൻ ആദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ ചോദ്യം എന്ന് പറയുന്നത്, കുട്ടികളിൽ ഉണ്ടാകുന്ന തൈറോക്സിൻ്റെ കുറവ് മൂലം കുട്ടികളിൽ ഉണ്ടാകുന്ന രോഗമേത്? രണ്ട് ചോദ്യം, അത് രണ്ടും തിരിഞ്ഞു പോകരുത് ആർക്കും. ഒന്ന്, മുതിർന്നവരിൽ തൈറോക്സിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഉത്തരം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് കുട്ടികളിൽ തൈറോക്സിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏത് എന്നാണ്. ഇത് രണ്ടും ആകെ കൺഫ്യൂഷനാവും. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അതിൻ്റെ ഉത്തരം ക്രെറ്റിനിസം കേട്ടോ. ക്രെറ്റിനിസമാണ് കുട്ടികളിൽ തൈറോക്സിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം. അപ്പോൾ നമുക്ക് എട്ടാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ പറയുകയാണ്, ചെറിയ കുസൃതികളൊക്കെ ഉണ്ടായിരിക്കും. നിങ്ങൾ വീഡിയോ എല്ലാം ആദ്യം മുതൽ അവസാനം വരെ കാണുക. അപ്പോൾ നമുക്ക് ഇടയ്ക്ക് രണ്ട് പാട്ടിൻ്റെ വരിയൊക്കെ പാടിയും പറയുകയൊക്കെ ചെയ്യാം. അപ്പം നമുക്ക് എട്ടാമത്തെ ചോദ്യം കേട്ടാലോ? ചോദ്യം ഇതാണ്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷ ഏത്? ആർക്കെങ്കിലും അറിയാമോ? അതിൻ്റെ ഉത്തരമാണ് ഹിന്ദി ഭാഷയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്നത്. നമുക്ക് ഒമ്പതാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ചോദ്യം കേട്ടോളൂ. ഏറ്റവും കൂടുതൽ കാലം രാഷ്ട്രപതിയായിരുന്ന വ്യക്തി ആര്? ഉത്തരം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അപ്പോൾ നമുക്ക് പത്താമത്തെ ചോദ്യത്തിലേക്ക് കടന്നാലോ? ചോദ്യം കേട്ടോളൂ. കോശങ്ങളിൽ ഏറ്റവും
ചെറുത് ഏത്? ഉത്തരം രക്തകോശങ്ങൾ. ചോദ്യം നമ്പർ 11. ജനസംഖ്യ ഏറ്റവും കുറഞ്ഞ ഭൂഖണ്ഡം ഏത്? ആർക്കെങ്കിലും അറിയാമോ അതിൻ്റെ ഉത്തരം? അതിൻ്റെ ഉത്തരമാണ് ഓസ്ട്രേലിയ. അപ്പോൾ വീണ്ടും പറയാണ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ആരെങ്കിലും വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കൂടെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക. അപ്പോൾ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസുകൾ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റ് ഇടാൻ മറക്കരുത്. വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് 12ാമത്തെ ചോദ്യം കേൾക്കാം. ചോദ്യം ഇതാണ്: കാലിലെ അസ്ഥികളുടെ എണ്ണം എത്ര? ഉത്തരം ആർക്കെങ്കിലും അറിയാമോ? അറിയാമെങ്കിലും അറിയില്ലെങ്കിലും ഞാൻ ഉത്തരം ഇതിൽ പറയുന്നുണ്ട്. ഉത്തരം 30. അപ്പോൾ 13ാമത്തെ ചോദ്യം ഇതാണ്: ഏത് മുഗൾ ചക്രവർത്തിയുടെ ശവകുടീരമാണ് ഇപ്പോൾ ഇന്ത്യക്ക് പുറത്ത് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ജഹാംഗീർ. ജഹാംഗീറിൻ്റെ ശവകുടീരമാണ് ഇപ്പോൾ ഇന്ത്യക്ക് പുറത്ത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 14ാമത്തെ ചോദ്യം കേൾക്കാം. നമ്മുടെ തലയോട്ടിയിൽ ചലിപ്പിക്കാൻ കഴിയുന്ന അസ്ഥി ഏത്? അതിൻ്റെ ഉത്തരം അറിയാമോ ആർക്കെങ്കിലും? തലയോട്ടിയിൽ ചലിപ്പിക്കാൻ കഴിയുന്ന അസ്ഥിയാണ് നമ്മുടെ താടിയെല്ല്. കേട്ടോ? അപ്പോൾ 15ാമത്തെ ചോദ്യം കേട്ടാലോ? ചോദ്യം ഇതാണ്: ആറന്മുള കണ്ണാടി ഏത് പദാർത്ഥം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? ഉത്തരം ലോഹം. കേട്ടോ? നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് ചെറിയ കുസൃതി കേൾക്കണ്ടേ, അറിയണ്ടേ? ഞാൻ 2 വരി പാട്ട് പാടാം കേട്ടോ. അപ്പോൾ പാട്ട് 2 വരി. ചെമ്പകപ്പൂ മുട്ടിനുള്ളിൽ വസന്തം വന്നു, കനവിലെ ഇളം കൊമ്പിൽ ചന്ദനക്കിളിയടക്കം ചൊല്ലി. ചെമ്പകപ്പൂ മുട്ടിനുള്ളിൽ വസന്തം വന്നു, കനവിലെ ഇളം കൊമ്പിൽ ചന്ദനക്കിളി അടക്കം ചൊല്ലി. പുതുമഞ്ഞു തുള്ളിയിൽ വാർമഴവിൽ ഉണർന്നേ പോയി, ഇന്നു കരളിലഴകിൻ്റെ മധുരമൊഴുകിയ ആലസ്യം, ഒരു സ്നേഹാലസ്യം. ചെമ്പകപ്പൂ മുട്ടിനുള്ളിൽ വസന്തം വന്നു, കനവിലെ ഇളം കൊമ്പിൽ ചന്ദനക്കിളി അടക്കം ചൊല്ലി. ഇത്രയും മതി കേട്ടോ. ഓക്കെ, അറിയാം, പാടാൻ പറ്റുന്നില്ല. അപ്പോൾ നമുക്ക് 16ാമത്തെ ചോദ്യം കേട്ടാലോ? ചോദ്യം ഇതാണ്: പത്മനാഭസ്വാമി ക്ഷേത്രം പുതുക്കി പണിതത് ആര്? ഉത്തരം വീര കേരളവർമ്മ. അപ്പോൾ നമുക്ക് 17ാമത്തെ ചോദ്യം കേട്ടോളൂ. ഏകദിന ക്രിക്കറ്റിൻ്റെ പിതാവ് ആര്? ക്രിക്കറ്റ് കളിക്കാരെ ആരാധിക്കുന്നവരുണ്ട്, ക്രിക്കറ്റ് കളിക്കാരുണ്ട്, ക്രിക്കറ്റ് കളി ഇഷ്ടപ്പെടുന്നവരുണ്ട്. പക്ഷേ ഏകദിന ക്രിക്കറ്റിൻ്റെ പിതാവ് ആരാണെന്ന് ആർക്കെങ്കിലും അറിയാവോ? അറിയാവുന്നവരുണ്ടായിരിക്കാം, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. ആരാണെന്നറിയാവോ? അതിൻ്റെ ഉത്തരം കെറി പാർക്കർ. കെറി പാർക്കറാണ് ഏകദിന ക്രിക്കറ്റിൻ്റെ പിതാവ്. അപ്പോൾ നമുക്ക് 18ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം കേൾക്കുന്നതിന് മുമ്പായിട്ട് 18ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഒന്നുകൂടി പറയുവാണ്, ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കൂടെ ബെൽ ബട്ടൺ കൂടി നമ്മൾ എനേബിൾ ചെയ്തേക്കുക. അപ്പോൾ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എല്ലാവർക്കും ഉപയോഗപ്രദമായിട്ടുള്ള വീഡിയോ ആണ് ഞാൻ ഈ ചാനൽ പോസ്റ്റ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എല്ലാവരും വീഡിയോ കാണാൻ ശ്രമിക്കുക. ആദ്യം മുതൽ അവസാനം വരെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് 18ാമത്തെ ചോദ്യം കേൾക്കാം. ചോദ്യം കേട്ടോളൂ. 18ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ചോദ്യം കേട്ടോളൂ. ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ട്രിക് ട്രെയിൻ ഓടിത്തുടങ്ങിയത് ഏത് വർഷമാണ്? ഉത്തരം അറിയാവോ ആർക്കെങ്കിലും? ഉത്തരം 1925. 1925 ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ട്രിക് ട്രെയിൻ ഓടിത്തുടങ്ങിയത്. അപ്പോൾ നമുക്ക് 19ാമത്തെ ചോദ്യം കേൾക്കാം. കേട്ടോളൂ. ലോക വിനോദസഞ്ചാര സംഘടനയുടെ ആസ്ഥാനം ഏത്?
എവിടെയാണ് ലോക വിനോദസഞ്ചാര സംഘടനയുടെ ആസ്ഥാനം എന്ന് പറയുന്നത്? ഉത്തരം സ്പെയിനിലെ മാഡ്രിഡ്. ഉത്തരം പറയാം, സ്പെയിനിലെ മാഡ്രിഡ്. അപ്പോൾ 20ാമത്തതും അവസാനത്തതുമായ ചോദ്യം ഇതാണ്. എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ചോദ്യവും ഉത്തരവുമാണ്. പലർക്കും അറിയാൻ പാടില്ലാത്തതായിരിക്കാം. ചോദ്യം ഇതാണ്: ക്ലോണിങ്ങിലൂടെ സൃഷ്ടിക്കപ്പെട്ട ആദ്യത്തെ പൂച്ച ഏതാണെന്നറിയാമോ ആർക്കെങ്കിലും? ഉത്തരം കാർബൺ കോപ്പി എന്നാണ് ക്ലോണിങ്ങിലൂടെ സൃഷ്ടിക്കപ്പെട്ട ആദ്യത്തെ പൂച്ചയെ അറിയപ്പെടുന്നത്. പൂച്ചയുടെ പേര് കാർബൺ കോപ്പി. കേട്ടോ, ചോദ്യം തീരെയും അമർ വെള്ളം വീണ്ടും തുടങ്ങി. അപ്പം വീഡിയോ ഇഷ്ടമായ ലൈക്കും കമൻറ്റ് ഇടുക, വീഡിയോ ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. വീഡിയോ ഫുള്ളായിട്ട് കാണുക, ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഏറ്റവും പ്രയോജനപ്രദമായിട്ടുള്ള വീഡിയോസാണ് ഞാൻ ചാനൽ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പം നമുക്ക് അടുത്ത ചോദ്യങ്ങളുമായി വരുന്നവരെ ടാറ്റാ.